ഉന്നതത്തിലുള്ളവർ അഹങ്കാരത്താൽ അവരുടെ പദവിയിൽ നിന്ന് വീണു. വിനയം താഴ്മയുള്ളവരുടേതായി തീരുകയും ചെയ്തു. ഫറവോൻ രാജാവിൻ്റെ അഹങ്കാരം അവനെ അധഃപതിപ്പിക്കുകയും അവൻ്റെ പാളയങ്ങളെ സമുദ്രത്തിൽ മുക്കിക്കൊല്ലുകയും ചെയ്തു. വിനീതനായ മോശ വടിയാൽ സമുദ്രത്തെ വിഭജിക്കുകയും കർത്താവേ നിനക്ക് സ്തുതിയെന്ന് അട്ടഹസിച്ചുകൊണ്ട് ജനം കടന്നു പോകുകയും ചെയ്തു. മശിഹാ രാജാവേ, നീ വെളിപ്പെടുന്ന മഹാദിവസത്തിൽ എല്ലാ തലമുറകളും പ്രവേശിക്കുകയും കണക്ക് ചോദിക്കപ്പെടുകയും ദുഷ്ടന്മാരിൽ നിന്ന് നല്ലവർ വേർതിരിക്കപ്പെടുകയും എരുതിയാകുന്ന അഗ്നിസമുദ്രം അലറുകയും ചെയ്യുമ്പോൾ കർത്താവേ നിന്റെ കൃപ ഞങ്ങളുടെ മുൻപാകെ നിൽക്കുമാറാകണമേ. കർത്താവേ ദൈവോട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാപിയെ നിന്റെ ഉടയവൻ ബലിപീഠത്തിന്മേൽ ബലി അർപ്പിക്കപ്പെടുന്ന സമയത്ത് നീ പരിശുദ്ധ സ്ഥലത്ത് നിന്ന് എന്തിന് പുറത്തേക്ക് പോകുന്നു? നിന്റെ അകൃത്യത്തിനു വേണ്ടി യാചിക്കേണ്ടതിന് പകരം നീ പ്രയോജനമില്ലാത്ത കാരണങ്ങൾ ഇതാ പുറത്തേക്ക് പോകുന്നു. ആകയാൽ നീ പോകാതെ ദൈവത്തിൽ നിന്ന് കരുണയാചിക്കുക. കർത്താവേ, ആകാശത്തിലും ഭൂമിയിലും നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് അട്ടഹസിക്കുകയും ചെയ്യുക.